ഗുഡ് മോർണിംഗ് ഓൾ. സോ നമ്മൾ തേർഡ് മോഡ്യൂളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അനാലിസിസ് ഓഫ് പോർട്ടൽ ഫ്രെയിം വിത്തൗട്ട് സൈഡ്സ് വേ ആയിരുന്നു നോക്കിയത്. ഓക്കെ, സോ തേർഡ് മോഡ്യൂളിൽ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ രണ്ട് കേസസാണ് മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീം യൂസിങ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആൻഡ് അനാലിസിസ് ഓഫ് പോർട്ടൽ ഫ്രെയിം. സോ കണ്ടിന്യൂസ് ബീമിൽ മെയിനായിട്ടുള്ള കേസസ് എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീം വിത്ത് ഫിക്സഡ് എൻഡ്, simply supported end, overhanging end, then സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അനലൈസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കണ്ടിന്യൂസ് ബീമിൻ്റെ അനാലിസിസിലുള്ളത്. ദെൻ അനാലിസിസ് ഓഫ് പോർട്ടൽ ഫ്രെയിമിൽ 2 കേസസ് ആർ ദെയർ. അനാലിസിസ് ഓഫ് പോർട്ടൽ ഫ്രെയിം വിത്തൗട്ട് സൈഡ്സ് വേ ആൻഡ് അനാലിസിസ് ഓഫ് പോർട്ടൽ ഫ്രെയിം വിത്ത് സൈഡ്സ് വേ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ ഡീൽ ചെയ്തത്? അനാലിസിസ് ഓഫ് പോർട്ടൽ ഫ്രെയിം വിത്തൗട്ട് സൈഡ്സ് വേ ആണ്. അതിൽ പ്രൊസീജിയർ എന്താ? ബീമിൻ്റെ കണ്ടിന്യൂസ് ബീമിൻ്റെ അനാലിസിസിൻ്റെ സെയിം പ്രൊസീജിയർ തന്നെയാണ് എന്താണ് പോർട്ടൽ ഫ്രെയിം വിത്തൗട്ട് വേയിലും വരുന്നത്. മെയിൻ സ്റ്റെപ്പ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വി ഹാവ് ടു ഡിറ്റർമിൻ ദി ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്, നെക്സ്റ്റ് ഡിറ്റർമിൻ ദി മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, ദാറ്റ് ഈസ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓർ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഈസ് ഈക്വൽ ടു കെ ബൈ സിഗ്മ കെ. സോ ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ദ സം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ അറ്റ് എ ജോയിൻറ്റ് ഈസ് ഓൾവൈസ് 1 ആയിരിക്കും. ഓക്കെ, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിങ്ങൾ എഴുതുക. ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എഴുതുക. അതിനകത്ത് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എൻ്റർ ചെയ്യുക, ദെൻ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് എൻ്റർ ചെയ്യുക, ദെൻ ഓരോ ജോയിൻറ്റിലും എന്താണ് ക്രിയേറ്റ് ആവുന്ന അൺബാലൻസ്ഡ് മൊമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക? ഫാർ എൻഡുകളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ ഫ്രം ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വി ഗെറ്റ് ദി ഫൈനൽ എൻഡ് മൊമെൻറ്റ്സ്. ഫൈനൽ എൻഡ് മൊമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് നമുക്ക് ഡ്രോ ചെയ്യാം? ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് കേസ് ഈസ് അനാലിസിസ് ഓഫ് പോർട്ടൽ ഫ്രെയിം വിത്ത് സൈഡ്സ് വേ. അപ്പോൾ നമുക്കറിയാം എന്തൊക്കെ കേസുകളാണ് ഒരു ഫ്രെയിമിന് സ്വേ ക്രിയേറ്റ് ചെയ്യിക്കുന്നതിന്. നമുക്ക് ഓൾറെഡി അറിയാം എന്താ, അൺസിമട്രി ആയിട്ട് വരുമ്പോഴാണ് മെയിനായിട്ട് ഫ്രെയിം സ്വേ ചെയ്യുന്നത്. ആൻഡ് സ്വേ കോളത്സിന് മാത്രമാണ് സ്വേ ഉണ്ടാവുന്നത്. ഓക്കെ, സോ സ്വേ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ലോഡ് കാരണം എപ്പോഴും സ്വേ ജനറേറ്റ് ആവുന്നത് കോളംസിന് മാത്രമാണ് ഒരു പർട്ടിക്കുലർ വാല്യൂ സ്വേ ഉണ്ടാവുന്നത്. ബീംസിന് എന്താ സ്വേ ഉണ്ടാകത്തില്ല. ഓക്കെ, സോ സ്വേ ഈസ് ഓൺലി ക്രിയേറ്റഡ് ഫോർ കോളംസ്. അപ്പോൾ നിങ്ങൾക്ക് അനാലിസിസ് ഓഫ് പോർട്ടൽ ഫ്രെയിം വിത്ത് സൈഡ്സ് വേ അതിൻ്റെ സ്റ്റെപ്സ് എന്താണ്, മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് എന്താണെന്ന് തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എപ്പോഴും 5 മാർക്കിനോ 7 മാർക്കിനോ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ അനാലിസിസ് ഓഫ് പോർട്ടൽ ഫ്രെയിം വിത്ത് സൈഡ്സ് വേ യൂസിങ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഓക്കെ, സോ ഈ പറയുന്ന സ്റ്റെപ്പ് ഇപ്പം ഞാൻ അതിൻ്റെ തിയറിയാണ് പറയുന്നത്. ആ സ്റ്റെപ്സ് നിങ്ങൾ കറക്റ്റിന് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരുന്നത്, ഫസ്റ്റ് യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദാറ്റ് ഫ്രെയിം ഈസ് വിത്ത് സ്വേ ഓർ വിത്തൗട്ട് സ്വേ കണ്ടീഷൻ. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതെന്താണ്, വിത്ത് സ്വേ കേസാണ്. ബിക്കോസ് ഇതിൻ്റെ കോളം ഹൈറ്റ്സ് എന്താണ്, ഡിഫറെൻ്റ് ആണ്. കോളം ഹൈറ്റ്സ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സ്വേ ഉണ്ടാവും. സ്വേ റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് അസ്യൂം ചെയ്യാം, എങ്ങോട്ടോ വേണമെങ്കിലും അസ്യൂം ചെയ്യാം. ഓക്കെ, so if the frame are unsymmetrical or subjected to non-symmetric loading, they have a tendency to side sway. Okay, so in the unsymmetrical portal frame ABCD shown subjected to a load of W, first we have to determine the non-sway moments ആണ് നമ്മൾ ഫസ്റ്റ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. സോ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിത്ത് സ്വേ കേസാണ്. ഓക്കെ, വിത്ത് സ്വേ കേസിൽ മെയിൻലി 2 സ്റ്റെപ്സ് ആർ ദെയർ. ഫസ്റ്റ് നോൺ സ്വേ അനാലിസിസ് ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് സ്വേ അനാലിസിസ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫ്രെയിമിൽ സ്വേ ഒന്നുമില്ല എന്ന് കൺസിഡർ ചെയ്തിട്ട് ഫസ്റ്റ് വി ഹാവ് ടു ഡിറ്റർമിൻ ദി എന്താണ് നോൺ സ്വേ മൊമെൻറ്റ്സ് ഡിറ്റർമിൻ ചെയ്യണം. അത് നമ്മളെന്താ നോർമലി ചെയ്യുന്നത് പോലെ, സ്വേ ഇല്ല, ഒരു ഫ്രെയിം നിങ്ങൾക്ക് തന്നിരിക്കുവാണ്, സ്വേ ഇല്ല എന്ന് കൺസിഡർ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നോർമലി ചെയ്യുന്നത് പോലെ എന്തൊക്കെ ചെയ്യണം? സോ ഫസ്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് നോൺ സ്വേ മൊമെൻറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് നോൺ സ്വേ അനാലിസിസ് ആണ്. അതിൽ ഡിറ്റർമിനേഷൻ ഓഫ് നോൺ സ്വേ മൊമെൻറ്റ്സ് കിട്ടണമെങ്കിൽ എന്താണ്, ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ദി ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ് ഡ്യൂ ടു ദ ഗിവൺ എക്സ്റ്റേണൽ ലോഡ്. എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാകുന്ന എന്ത്, ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് ഡിറ്റർമിൻ ചെയ്യണം. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യണം. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഡിറ്റർമിൻ ചെയ്യണം. സോ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനലി എന്ത് കിട്ടും? ഫൈനൽ എൻ മൊമെൻറ്റ്സ് കിട്ടും. സോ ഇവിടെ നമ്മൾ
നോൺ സ്വേ മൊമെൻറ്റ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ സ്വേ കൺസിഡർ ചെയ്യാത്തുള്ള മൊമെൻറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് കിട്ടുന്നത്. സോ നോൺ സ്വേ മൊമെൻറ്റ്സ് ആണ് നമുക്ക് ആ ഡിസ്ട്രിബ്യൂഷനിൽ ലാസ്റ്റ് കിട്ടുന്നത്. ആൻഡ് നോൺ സ്വേ മൊമെൻറ്റ്സ് ആർ റെപ്രസെൻറ്റഡ് ആസ് സ്മോൾ എം എ ബി, സ്മോൾ എം ബി എ. ദാറ്റ് ഈസ് നമുക്ക് മെമ്പറിൽ ഓരോ മെമ്പറിലെയും എൻ മൊമെൻറ്റ്സ്, ഫൈനൽ എൻ മൊമെൻറ്റ്സ് കിട്ടും. സോ സ്മോൾ എം എ ബി, സ്മോൾ എം ബി എ, ഇങ്ങനെ ഓരോ സ്പാനിൻ്റെയും എൻ മൊമെൻറ്റ്സ് കിട്ടും. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ വിത്ത് സ്വേ കേസ് ആണെന്നുണ്ടെങ്കിൽ, അനാലിസിസ് ഓഫ് പോർട്ടൽ ഫ്രെയിം വിത്ത് സ്വേ യൂസിങ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് ടു ഡിറ്റർമിൻ ദി നോൺ സ്വേ മൊമെൻറ്റ്സ്. സോ നോൺ സ്വേ അനാലിസിസ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഡിറ്റർമിനേഷൻ ഓഫ് നോൺ സ്വേ മൊമെൻറ്റ്സ്, നോൺ സ്വേ മൊമെൻറ്റ്സ് കിട്ടണമെങ്കിൽ നമ്മളെന്താ നോർമൽ സ്റ്റെപ്പ്, സ്വേ കൺസിഡർ ചെയ്യാതെയുള്ള സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് വി ഹാവ് ടു ഡിറ്റർമിൻ ദി ഫിക്സ്ഡ് എൻ മൊമെൻറ്റ്സ് ഡ്യൂ ടു ദ ഗിവൺ എക്സ്റ്റേണൽ ലോഡ്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ ഫൈനലി നമുക്ക് മൊമെൻറ്റ്സ് കിട്ടും. ആ മൊമെൻറ്റ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ? നോൺ സ്വേ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് നോൺ സ്വേ മൊമെൻറ്റ്സ് ആർ റെപ്രസെൻറ്റഡ് ആസ് സ്മോൾ എം എ ബി, സ്മോൾ എം ബി എ, സ്മോൾ എം ബി സി, സ്മോൾ എം സി ബി, സ്മോൾ എം സി ഡി ആൻഡ് സ്മോൾ എം ഡി സി. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിറ്റർമിനേഷൻ ഓഫ് നോൺ സ്വേ മൊമെൻറ്റ്സ്. ഓക്കെ. ആൻഡ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ സ്വേ കൺസിഡർ ചെയ്തിട്ടില്ല അല്ലേ? സ്വേ കൺസിഡർ ചെയ്യാതെ നോൺ സ്വേ മൊമെൻറ്റ്സ് ആണ് ഡിറ്റർമിൻ ചെയ്തത്. ഇനി നമ്മൾ സ്വേ കൺസിഡർ ചെയ്യണം, ബിക്കോസ് ഇറ്റ് ഈസ് എ സ്വേ കേസാണ്, ഫ്രെയിം വിത്ത് സ്വേ കേസാണ്. സോ നെക്സ്റ്റ് സ്വേ അനാലിസിസ് ആണ്. സ്വേ കൺസിഡർ ചെയ്യണം. അപ്പോൾ സ്വേ കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്താ? ഡിറ്റർമിൻ ദി ഫിക്സ്ഡ് എൻ മൊമെൻറ്റ്സ് ഡ്യൂ ടു സ്വേ. സ്വേ കാരണമുണ്ടാകുന്ന ഫിക്സ്ഡ് എൻ മൊമെൻറ്റ്സ് ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തത് ഫിക്സ്ഡ് എൻ മൊമെൻറ്റ്സ് ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡായിരുന്നു. സോ എക്സ്റ്റേണൽ ലോഡ് കാരണമുണ്ടാകുന്ന ഫിക്സ്ഡ് എൻ മൊമെൻറ്റ്സ് വെച്ചിട്ട് നോൺ സ്വേ മൊമെൻറ്റ്സ് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് സ്വേ അനാലിസിസിൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഡിറ്റർമിൻ ദി ഫിക്സ്ഡ് എൻ മൊമെൻറ്റ്സ് ഡ്യൂ ടു സ്വേ. അപ്പോൾ നമ്മൾ സപ്പോർട്ട് സെറ്റിൽമെൻറ്റിൽ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? ഫിക്സ്ഡ് എൻ മൊമെൻറ്റ് ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡും ഫിക്സ്ഡ് എൻ മൊമെൻറ്റ് ഡ്യൂ ടു സപ്പോർട്ട് സെറ്റിൽമെൻറ്റും കാണുമെന്ന്. അതുപോലെ തന്നെ സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് വരുമ്പോൾ നമുക്കിങ്ങനെയല്ലേ, ഇതുപോലെയാണ്. വാല്യൂ 6EI delta/L² ആണ്. സോ ഇത് ബീമാണ്, ഇത് കോളമാണെന്നേ ഉള്ളൂ. കോളത്തിന് മാത്രമാണ് എന്തുണ്ടാകുന്നത്? സ്വേ ഉണ്ടാകുന്നത്. സോ രണ്ട് കോളം ഞാൻ അസ്യൂം ചെയ്തു, എന്താ സ്വേ ടുവേഴ്സ് റൈറ്റ് ആണെന്ന് അസ്യൂം ചെയ്തു. സോ ഈ രണ്ട് എൻഡിലും എന്തുണ്ടാവും? ബിക്കോസ് ഓഫ് സ്വേ moments will generate. The value is 6EI delta/L². So സ്വേ കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റ് എന്താണ്? 6EI delta/L². അപ്പോൾ നമുക്ക് ഇഫ് ദ എൻഡ്സ് ആർ ഫിക്സഡ്, ഈ രണ്ട് എൻഡും ഫിക്സഡ് ആണ്. നിങ്ങൾക്ക് സപ്പോർട്ട് കണ്ടീഷൻ രണ്ട് ഫിക്സഡ് ആണ്. സോ ഇഫ് ദ എൻഡ്സ് ആർ ഫിക്സഡ്, ദെൻ ദ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സ് ഓഫ് ഇക്വേഷൻ ഈസ് എം ഓഫ് എ ബി ഈസ് ആൻഡ് എം ഓഫ് ബി എ ഈസ് മൈനസ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് -6EI delta/L². ആൻഡ് സി ഡി കോളത്തിൽ എന്താ? എം ഓഫ് സി ഡി ആൻഡ് എം ഓഫ് ഡി സി ഈസ് ഈക്വൽ ടു -6EI delta/L². അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നോൺ സ്വേ അനാലിസിസ് ചെയ്തു, നോൺ സ്വേ മൊമെൻറ്റ്സ് കിട്ടി. നെക്സ്റ്റ് സ്വേ അനാലിസിസ് ആണ്, സ്വേ കൺസിഡർ ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വി ഹാവ് ടു അസ്യൂം സ്വേ ടുവേഴ്സ് റൈറ്റ് ഓർ ലെഫ്റ്റ്. ഓക്കെ. സോ റൈറ്റിലോട്ടാണ് അസ്യൂം ചെയ്യുന്നതെങ്കിൽ രണ്ട് കോളത്തിലും റൈറ്റിലോട്ട് സ്വേ ഉണ്ടാവും. ബിക്കോസ് ഓഫ് ദ സ്വേ എൻ മൊമെൻറ്റ്സ് വിൽ ജനറേറ്റ് ആൻഡ് ദാറ്റ് ഫിക്സ്ഡ് എൻ മൊമെൻറ്റ്സ് ആർ 6EI delta/L². ഇഫ് ദ direction of the moment is anti-clockwise, then moment is negative. If it is clockwise moment, then it is positive. So ഇനി നമ്മൾ if this way towards ലെഫ്റ്റിലോട്ടാണ് സ്വേ എന്ന് അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഈ രണ്ട് മൊമെൻറ്റ്സും എന്താ? ഈ മൊമെൻറ്റ്സുകളെല്ലാം ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സുകളാണ്. ഓൾ ദ മൊമെൻറ്റ്സ് ആർ ക്ലോക്ക് വൈസ്. സോ എം ഓഫ് എ ബി, എം ഓഫ് ബി എ ഈസ് ഈക്വൽ ടു +6EI delta/L² ആൻഡ് എം ഓഫ് സി ഡി ആൻഡ് എം ഓഫ് ഡി സി ഈസ് ഈക്വൽ ടു സെയിം +6EI delta/L². ഇഫ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സപ്പോർട്ട് കണ്ടീഷൻ ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഇതാണ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഈ സപ്പോർട്ട് കണ്ടീഷൻ ഈസ് ഹിഞ്ച്ഡ്, നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഫിക്സഡും മറ്റേ സപ്പോർട്ട് ഹിഞ്ച്ഡുമാണ് തന്നിരിക്കുന്നതെന്ന് വെച്ചോ. സോ അപ്പോൾ നമ്മൾ കോളം എടുക്കുമ്പോൾ എന്താ? ഫസ്റ്റ് കോളം ഫിക്സഡ് ആൻഡ് സെക്കൻഡ് കോളം ഹിഞ്ച്. സ്വേ ഉണ്ടാവുന്നുണ്ട്. സോ സ്വേ കാരണം മൊമെൻ്റ് ഉണ്ടാവുമല്ലോ. സോ ഹിയർ രണ്ട് എൻഡിലും മൊമെൻ്റ് ഉണ്ടാവുന്നുണ്ട്. ഇവിടെ മൊമെൻറ്റ് എന്തായിരിക്കും? സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ മൊമെൻറ്റ് 0 ആയിരിക്കും. ആൻഡ് ഇവിടെയും മൊമെൻ്റ് ഉണ്ടാവുന്നുണ്ട്. സോ ഈ സപ്പോർട്ട് ഫിക്സഡ് ആണെങ്കിൽ
ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ 6EI ഡെൽറ്റ ബൈ എൽ സ്ക്വയർ ആണ്. ഈ സപ്പോർട്ട് ഹിഞ്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ചേഞ്ച് ആവും, 3EI ഡെൽറ്റ ബൈ എൽ സ്ക്വയർ എന്നാവും. ഓക്കെ, ശ്രദ്ധിച്ചോളണേ. അപ്പോൾ എന്താണ്, ഇഫ് ദ സപ്പോർട്ട് ഈസ് ഹിഞ്ച്ഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എം ഓഫ് ഡി സി വാല്യൂ ഈസ് 0. സോ എം ഓഫ് സി ഡി എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്, സോ -3EI ഡെൽറ്റ ബൈ എൽ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം നോൺ സ്വേ മൊമെൻറ്റ്സ് ഡിറ്റർമിൻ ചെയ്തു, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ നമുക്ക് നോൺ സ്വേ മൊമെൻറ്റ്സ് എല്ലാം കിട്ടി. നെക്സ്റ്റ് വി ഹാവ് ടു ഡിറ്റർമിൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി സ്വേ അനാലിസിസ്. സ്വേ അനാലിസിസ് ആണ് നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് വി ഹാവ് ടു ഡിറ്റർമിൻ ദി ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് ഡ്യൂ ടു സ്വേ. സോ നമ്മൾ സ്വേ റൈറ്റിലോട്ടാണോ ലെഫ്റ്റിലോട്ടാണോ സപ്പോർട്ട് കണ്ടീഷനൊക്കെ നോക്കി വി ഡിറ്റർമിൻ ദി ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ്. ഓക്കെ, സോ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് ഡ്യൂ ടു സ്വേ കിട്ടി. ഇനി നിങ്ങൾ അറിയേണ്ടത് to determine the proportion or ratio sway moments created in columns. നമുക്ക് എത്രയാണ് സ്വേ വാല്യൂ ഒന്നും അറിയത്തില്ല. അപ്പം നമുക്ക് ഈ രണ്ട് കോളത്തിലും ഉണ്ടാകുന്ന ഈ സ്വേ കാരണം ഉണ്ടാകുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സിൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. എം എഫ് എ ബി, എം എഫ് ബി എ, എം എഫ് സി ബി, എം എഫ് സി ഡി എന്ന് പറഞ്ഞ് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സിൻ്റെ വാല്യൂസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു ഡിറ്റർമിൻ ദി പ്രൊപ്പോർഷൻ ഓർ റേഷ്യോ ഓഫ് സ്വേ മൊമെൻറ്റ്സ്. ഈ കോളത്തിലുണ്ടാകുന്ന എ ബി സി ഡി ഈ കോളത്തിലുണ്ടാകുന്ന സ്വേ മൊമെൻറ്റ്സിൻ്റെ റേഷ്യോ ഡിറ്റർമിൻ ചെയ്യണം. ദാറ്റ് ഈസ് എപ്പോഴും റേഷ്യോ ഈ പോയിന്റിലുള്ള മൊമെൻറ്റിലുണ്ടാകുന്ന റേഷ്യോ, ഈ ജോയിൻറ്റിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റിൻ്റെ റേഷ്യോ ആണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് എം ഓഫ് ബി എ ഡിവൈഡ് ബൈ എം ഓഫ് സി ഡി. എം ഓഫ് ബി എ ഡിവൈഡ് ബൈ എം ഓഫ് സി ഡി ഈ മൊമെൻറ്റിൻ്റെ റേഷ്യോ എന്ത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. സോ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എം ഓഫ് ബി എയും എം ഓഫ് സി ഡിക്കും ഒരു റേഷ്യോ കിട്ടും. അസംഷനാണ്, സപ്പോസ് നമുക്ക് കിട്ടി എം ഓഫ് ബി എ ഡിവൈഡ് ബൈ എം ഓഫ് സി ഡി ഈസ് ഈക്വൽ ടു ഹാഫ് എന്ന് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിലേഷൻ എങ്ങനെയാവും, എം ഓഫ് സി ഡി ഈസ് ഈക്വൽ ടു 2 ടൈംസ് എം ഓഫ് ബി എ. അപ്പോൾ നമുക്ക് സ്വേ വാല്യൂ എത്രയാണെന്ന് അറിയില്ല, ഒരു അസംഷനിലേ പോകാൻ പറ്റൂ. എത്രയാണ് സ്വേ എന്ന് ഇവിടെ നമുക്കറിയില്ല. സ്വേ ഡെൽറ്റയുടെ വാല്യൂ നമുക്കറിയില്ല, എത്ര സ്വേ ഉണ്ടാകുന്നു എന്നറിയില്ല. സോ അത് ഡിറ്റർമിൻ ചെയ്യാനും വേറെ പ്രൊവിഷൻ ഇല്ല. സോ ഈ ഒരു പ്രൊസീജിയറിലാണ് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സ്വേ അറിയാത്തത് കൊണ്ട് തന്നെ എൻ മൊമെൻറ്റ്സ് കാരണം, സ്വേ കാരണം ഉണ്ടാകുന്ന എൻ മൊമെൻറ്റ്സിൻ്റെ റേഷ്യോ നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. സോ റേഷ്യോ നമുക്ക് കിട്ടി, എന്താണ് റിലേഷൻ കിട്ടി, എം ഓഫ് സി ഡി ഈസ് 2 ടൈംസ് എം ഓഫ് ബി എ. ഇതൊരു എക്സാമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ ഇട്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ റേഷ്യോ 1/2 കിട്ടുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പ്രോബ്ലം തരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും, എം ഓഫ് ബി എ ബൈ എം ഓഫ് സി ഡി ഈസ് ഈക്വൽ ടു ഒരു വാല്യൂ കിട്ടും. അതിനകത്തുനിന്ന് യു ക്യാൻ ഡിറ്റർമിൻ ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ്. സോ ഈ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വി ഹാവ് ടു അസ്യൂം ദി മൊമെൻറ്റ്സ് അസ്യൂം ചെയ്യാം. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മൊമെൻറ്റ് അസ്യൂം ചെയ്യാം. 10 വേണമെങ്കിൽ അസ്യൂം ചെയ്യാം, 20 വേണമെങ്കിൽ അസ്യൂം ചെയ്യാം, 100 അസ്യൂം ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. മൊമെൻറ്റ് അസ്യൂം ചെയ്യുക. ദാറ്റ് ഈസ് നമുക്കിതിൻ്റെ റിലേഷൻ കിട്ടി, എം ഓഫ് സി ഡി ഈസ് ഈക്വൽ ടു 2 ടൈംസ് എം ഓഫ് ബി എ എന്ന് കിട്ടി. സോ വി ഹാവ് ടു സ്റ്റാർട്ട് ദ പ്രോസസ് ബൈ അസ്യൂമിങ് സം മൊമെൻറ്റ്സ്. ഇപ്പം നമുക്ക് അസ്യൂം ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ റിലേഷനിൽ നിന്ന് നമുക്കറിയാം, എം ഓഫ് ബി എ ഞാൻ 100 എന്ന് അസ്യൂം ചെയ്യുവാണെങ്കിൽ എം ഓഫ് സി ഡി എന്തായിരിക്കും, 200 ആയിരിക്കും. ഇനി ഇതിൻ്റെ സൈൻ നിങ്ങൾ നോക്കുക. ഞാനിവിടെ -100ഉം -200ഉം ഒക്കെയാണ് അസ്യൂം ചെയ്തത്, അല്ലെങ്കിൽ -100 ആണ് അസ്യൂം ചെയ്തത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹിയർ ദ സ്വേ ഈസ് ടുവേഴ്സ് റൈറ്റിലോട്ടാണ് ഞാൻ സ്വേ അസ്യൂം ചെയ്തിട്ടുള്ളതാണ് ഈ പ്രോബ്ലം ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചോ. റൈറ്റിലോട്ടാണെന്നുണ്ടെങ്കിൽ എൻ മൊമെൻറ്റ്സ് എന്താണ്, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. സോ യു ഹാവ് ടു അസ്യൂം ആൻ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് വേണം അസ്യൂം ചെയ്യാൻ. ഇനി സ്വേ ടുവേഴ്സ് ലെഫ്റ്റ് ആണ് നിങ്ങൾ അസ്യൂം ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ യു ക്യാൻ അസ്യൂം ഹിയർ എ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് അസ്യൂം ചെയ്യാം. ഓക്കെ, 10ഓ 20ഓ 100ഓ ഒക്കെ നമുക്ക് അസ്യൂം ചെയ്യാം. കുറച്ചും കൂടി സേഫായിട്ടൊക്കെ നിൽക്കുന്നത് 100 മിനിമം 100 എങ്കിലും എടുത്ത് അസ്യൂം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, സോ എം ഓഫ് ബി എ ഈസ് ഈക്വൽ ടു -100 kilonewton meter. So from the relation m of CD is equal to -200. So m of BA -100 ആണെങ്കിൽ m of ABയും എന്താണ്, -100 ആണ്. ദാറ്റ് ഈസ് രണ്ടിൻ്റെയും വാല്യൂ -6EI delta by L square ആണ്. ആൻഡ് m of DC is same. സോ നമുക്ക് സ്വേ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള മൊമെൻറ്റ്സ് കിട്ടി. ഓക്കെ, അസ്യൂംഡ് സ്വേ മൊമെൻറ്റ്സ് കിട്ടി. സോ ദ ഡിറ്റർമിൻ ദി മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഓൺ ദ ബേസിസ് ഓഫ് ദി അസ്യൂംഡ് സ്വേ മൊമെൻറ്റ്സ്. സോ അസ്യൂംഡ് സ്വേ മൊമെൻറ്റ്സ് വെച്ചിട്ടുള്ള എന്താണ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എടുക്കുക.
എഴുതുക. സോ അസ്യൂംഡ് സ്വേ ഉണ്ടാകുന്നത് കോളംസിന് മാത്രമാണ്, എ ബി ആൻഡ് സി ഡി കോളംസിന് മാത്രമാണ്. ബി സി പോർഷനിൽ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് ഡ്യൂ ടു സ്വേ ഇല്ല, 0 ആയിരിക്കും. സോ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും, അസ്യൂംഡ് സ്വേ മൊമെൻറ്റ്സ് കിട്ടും. സോ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് നോൺ സ്വേ മൊമെൻറ്റ്സും കയ്യിലുണ്ട്, അസ്യൂംഡ് സ്വേ മൊമെൻറ്റ്സും ഉണ്ട്. ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നിന്ന് വി ഗെറ്റ് ദ വാല്യൂ ഓഫ് നോൺ സ്വേ മൊമെൻറ്റ്സ് ആൻഡ് സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് അസ്യൂംഡ് സ്വേ മൊമെൻറ്റ്സ്. ഓക്കെ, ആൻഡ് അസ്യൂംഡ് സ്വേ മൊമെൻറ്റ്സ് ആർ റെപ്രസെൻറ്റഡ് ആസ് എം ഡാഷ് എ ബി, എം ഡാഷ് ബി എ, എം ഡാഷ് ബി സി. ഇങ്ങനെയാണ് നമ്മൾ എന്താ അസ്യൂംഡ് സ്വേ മൊമെൻറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്താണ് വേണ്ടത്, ഫൈനൽ എൻ മൊമെൻറ്റ്സ് ആണ് വേണ്ടത്. സോ ഒരു ഫ്രെയിമിൽ സ്വേ ക്രിയേറ്റ് ആകുമ്പോഴുണ്ടാകുന്ന ഫൈനൽ എൻ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈസ് ദ സം ഓഫ് നോൺ സ്വേ മൊമെൻറ്റ്സ് പ്ലസ് ആക്ച്വൽ സ്വേ മൊമെൻറ്റ്. ആക്ച്വലി സ്വേ കൺസിഡർ ചെയ്യാതെയുള്ള മൊമെൻറ്റും സ്വേ കൺസിഡർ ചെയ്തിട്ടുള്ള മൊമെൻറ്റിൻ്റെയും കൂടെ സമ്മാണ് എന്ത്, ഫൈനൽ എൻ മൊമെൻറ്റ്സ്. ഈ പ്രൊസീജിയർ പഠിച്ചേ പറ്റൂ, കാരണം മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ഈ ഒരു പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ ഫൈനൽ എൻ മൊമെൻറ്റ്സ് ഈസ് ദ സം ഓഫ് നോൺ സ്വേ മൊമെൻറ്റ് പ്ലസ് ആക്ച്വൽ സ്വേ മൊമെൻറ്റ്. ബട്ട് നമ്മുടെ കയ്യിൽ ഏതൊക്കെയാണ് ഉള്ളത്, നോൺ സ്വേ മൊമെൻ്റ് ഉണ്ട്, ആക്ച്വലായിട്ട് എത്രയാണ് സ്വേ ചെയ്തിരിക്കുന്നത് നമുക്കറിയില്ല. നമ്മളൊരു അസംഷനിലുള്ള മൊമെൻറ്റ് വെച്ചിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് നോൺ സ്വേ മൊമെൻറ്റും അസ്യൂംഡ് സ്വേ മൊമെൻറ്റ്സുമാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ ആക്ച്വൽ സ്വേ മൊമെൻ്റ് എന്ന് പറയുന്നത് അസ്യൂംഡ് സ്വേ മൊമെൻറ്റ് നമ്മളെ കയ്യിലുണ്ട് ഇൻറ്റു എ സ്വേ കറക്ഷൻ ഫാക്ടർ. സോ ആക്ച്വൽ സ്വേ മൊമെൻറ്റ് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ സ്വേ കറക്ഷൻ ഫാക്ടർ എക്സ് ഇൻറ്റു അസ്യൂംഡ് സ്വേ മൊമെൻറ്റ്സ് ആണ് എന്ത്, ആക്ച്വൽ സ്വേ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ നോൺ സ്വേ മൊമെൻറ്റ്സും ആക്ച്വൽ സ്വേ മൊമെൻറ്റ്സും കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഡിറ്റർമിൻ ദി ഫൈനൽ എൻ മൊമെൻറ്റ്സ്. ഫൈനൽ എൻ മൊമെൻറ്റ്സ് കിട്ടിയാൽ ബി എം ഡി എസ് എഫ് ഡി വരയ്ക്കാം. ഓക്കെ, സോ ആക്ച്വൽ സ്വേ മൊമെൻറ്റ് ഈസ് എ സ്വേ കറക്ഷൻ ഫാക്ടർ ഇൻറ്റു എന്താണ് അസ്യൂംഡ് സ്വേ മൊമെൻറ്റ്. സ്വേ കറക്ഷൻ ഫാക്ടർ ഈസ് റെപ്രസെൻറ്റഡ് ആസ് എക്സ്. അപ്പോൾ നമുക്ക് ഫൈനൽ എൻ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു നോൺ സ്വേ മൊമെൻറ്റ് പ്ലസ് എക്സ് ഇൻറ്റു അസ്യൂംഡ് സ്വേ മൊമെൻ്റ് ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോൺ സ്വേ മൊമെൻറ്റും അറിയാം, അസ്യൂംഡ് സ്വേ മൊമെൻറ്റും അറിയാം. പക്ഷേ നമുക്ക് എന്തറിയില്ല, വി നീഡ് ടു ഡിറ്റർമിൻ ദി സ്വേ കറക്ഷൻ ഫാക്ടർ എക്സ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, ഡിറ്റർമിനേഷൻ ഓഫ് സ്വേ കറക്ഷൻ ഫാക്ടർ. സോ ഇനി സ്വേ കറക്ഷൻ ഫാക്ടർ എക്സും കൂടി ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ determine the final n moments. Okay, so determination of sway correction factor, sway correction factor is determined from shear equation. Shear equation എന്നാണ് sway correction factor determine ചെയ്യുന്നത്. ഓക്കെ, shear equation ജനറേറ്റ് ചെയ്യാൻ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ നമ്മൾ പഠിച്ചതാണ്. രണ്ട് കോളവും കൺസിഡർ ചെയ്യുക, ആ കോളത്തിൽ ഹൊറിസോണ്ടൽ ഫോഴ്സസിൻ്റെ സം എന്തായിരിക്കും, എപ്പോഴും 0 ആയിരിക്കണം. അതാണ് ഷിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഷിയർ ഇക്വേഷൻ എന്താ, എച്ച് എ പ്ലസ് എച്ച് ഡി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എച്ച് എയുടെ വാല്യൂ എന്ത് കിട്ടും, എം എ ബി പ്ലസ് എം ബി എ ബൈ എച്ച് 1 പ്ലസ് എം ഡി സി പ്ലസ് എം സി ഡി ബൈ എച്ച് 2. സോ നമുക്ക് എം എ ബി അല്ലെങ്കിൽ ഫൈനൽ എൻ മൊമെൻ്റ് ആണ് എം എ ബി എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഇക്വേഷൻ എന്തെന്താ, ഫൈനൽ എൻ മൊമെൻറ്റ് എം എ ബി അല്ലെങ്കിൽ എം ബി എ ഇസ് ഈക്വൽ ടു എന്താണ്, നോൺ സ്വേ മൊമെൻറ്റ് പ്ലസ് എക്സ് ഇൻറ്റു അസ്യൂംഡ് സ്വേ മൊമെൻറ്റ്. ഓക്കെ, ഇതിൽ എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. സോ എം ബി എക്ക് എം എ ബി എം ഡി സി, ഈ ഒരു ഷിയർ ഇക്വേഷനിൽ നിങ്ങൾക്ക് എം എ ബി എം ബി എ എം ഡി സി എം സി ഡിക്ക് ഈ താഴെയുള്ള ഇക്വേഷൻസ് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ആകെ ഉള്ള അൺനോൺ എന്താണ്, എക്സ് വാല്യൂ ആണ് അൺനോൺ. ഫ്രം ദാറ്റ് വി ഗെറ്റ് ദ സ്വേ കറക്ഷൻ ഫാക്ടർ. സോ സ്വേ കറക്ഷൻ ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനിലോട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എം എ ബി കിട്ടണമെങ്കിൽ എന്താ, നമ്മളെ കയ്യിൽ നോൺ സ്വേ മൊമെൻ്റ് ഉണ്ട്, എക്സിൻ്റെ വാല്യൂ ഷിയർ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് കിട്ടി, ആൻഡ് അസ്യൂംഡ് സ്വേ മൊമെൻ്റ് ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദി ഫൈനൽ എൻ മൊമെൻറ്റ്സ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ടാബുലാർ കോളം വരച്ചിട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഓരോ സ്പാനിൻ്റെയും നോൺ സ്വേ മൊമെൻറ്റ്സ് സ്മോൾ എം വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അസ്യൂംഡ് സ്വേ മൊമെൻറ്റ്സ് എം ഡാഷ് വാല്യൂസ് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. സോ ആക്ച്വൽ സ്വേ മൊമെൻ്റ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു സ്വേ കറക്ഷൻ ഫാക്ടർ ഇൻറ്റു അസ്യൂംഡ് സ്വേ മൊമെൻ്റ് ആണ്. ഇതെന്ന് പറയുന്നത് എക്സ് ഇൻറ്റു അസ്യൂംഡ് സ്വേ മൊമെൻ്റ് ആണ് എന്ത്, സ്വേ കറക്ഷൻ ഫാക്ടർ ആക്ച്വൽ സ്വേ മൊമെൻ്റ് എന്ന് പറയുന്നത്. സോ നോൺ സ്വേ മൊമെൻറ്റ് പ്ലസ് ആക്ച്വൽ സ്വേ മൊമെൻ്റ് ആണ് എന്ത്,
ഫൈനൽ എൻ മൊമെൻറ്റ്സ്. നോൺ സ്വേ മൊമെൻറ്റ് പ്ലസ് ആക്ച്വൽ സ്വേ മൊമെൻറ്റിനെ സം ചെയ്യുമ്പോൾ വി ഗെറ്റ് ദി ഫൈനൽ എൻ മൊമെൻറ്റ്സ്. കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഡ്രോ BMD and SFD. Okay, so this is the procedure for analysis of portal frame with the side sway by using moment distribution method. essay question, theory question ചോദിക്കുന്നതാണ് യൂണിവേഴ്സിറ്റിക്ക്. 8 മാർക്കിനോ ചിലപ്പോൾ 10 മാർക്കിനോ ചോദിക്കാറുണ്ട്. സോ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് യു ഹാവ് ടു, ഇങ്ങനെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് യു ക്യാൻ എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ്. ഓക്കെ, സോ സ്റ്റെപ്സിൽ മെയിൻലി 2 steps are there. ഫസ്റ്റ് വി ഹാവ് ടു determine the non-sway moments and next sway analysis. Sway moments determine ചെയ്യണം. So final n moments is the sum of non-sway moment plus actual sway moment. So actual sway actually എത്ര sway ചെയ്യുന്നു എന്നറിയാത്തതുകൊണ്ട് we are assuming some moment. So that is assumed sway moments. So final n moment is equal to non-sway moment plus x, so sway correction factor x into assumed sway moment, and x is sway correction factor and x can be determined by ഷിയർ ഇക്വേഷൻ. ഷിയർ ഇക്വേഷനിൽ നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും? എക്സ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് പ്രൊസീജിയർ. മനസ്സിലാക്കിയിരുന്ന് നോക്കുക. ഈ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മാത്രം മതി. ആദ്യം ഈ തിയറി പോർഷൻ കറക്റ്റിന് നിങ്ങൾ മനസ്സിലാക്കുക, എന്തൊക്കെയാണ് സ്റ്റെപ്സ് വരുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടാക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ക്ലിയർ ആവും. ഓക്കെ, പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് കറക്റ്റിന് നിങ്ങൾക്ക് ഓർമ്മ വരും തിയറി എഴുതാനായിട്ട്. ഓക്കെ, സോ ഇതാണ് തിയറി. കറക്റ്റിന് ഈ ഒരു തിയറി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.